ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലിയസ് മാത്യു. എന്താ എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഒരു സഹോദരിയുടെ കമന്റിന് മറുപടി പറയാമെന്ന് കരുതുകയാണ്. അനു ചോദിക്കുകയാണ്, ചേച്ചി പ്രവാസികൾ റിട്ടയർമെന്റിന് വേണ്ടി മണി സേവിങ്സ് എങ്ങനെ ചെയ്യാമെന്നൊന്ന് പറഞ്ഞു തരാമെന്ന്. അയ്യോ, കണിശമായിട്ടും പറഞ്ഞു തരാം എങ്ങനെ സേവ് ചെയ്യാമെന്ന്. ഈ ചോദ്യം ചോദിച്ചതിന് വളരെ സന്തോഷം കേട്ടോ. ഈ 21ാം സെഞ്ചുറിയിൽ യുവജനങ്ങൾ കണിശമായിട്ടും തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് അവരുടെ റിട്ടയർമെന്റ് എങ്ങനെ സന്തോഷപ്രദമായി തീർക്കാം, അല്ലെ റിട്ടയർമെന്റിന് വേണ്ടി എങ്ങനെ പൈസ സേവ് ചെയ്യണം എന്നുള്ളത് കണിശമായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സാധാരണ ജോലി ചെയ്യുന്ന യുവജനങ്ങളൊക്കെ എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ജീവിതം ഒന്നേ ഉള്ളൂ, അത് പരമാവധി അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇന്നത്തെ യുവജനങ്ങളിൽ ഒരു ഒട്ടുമുക്കാലും ആൾക്കാരും ജീവിക്കുന്നത്. 100% ശരിയാണിത്. നമുക്ക് കിട്ടുന്ന ജീവിതം വളരെ ചെറുതാണ്. ലൈഫ് ഈസ് വെരി ഷോർട്ട്. അത് നമ്മൾ പരമാവധി അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് തന്നെ ജീവിച്ചു തീർക്കണം. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ എത്ര നാൾ ജീവിക്കുമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ യുവജനങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നത് മുഴുവനും പേ ചെക്ക് ടു പേ ചെക്ക് ജീവിച്ചു കഴിഞ്ഞാൽ അവരൊരു 100 വയസ്സ് വരെ ജീവിച്ചാൽ എന്തോ ചെയ്യും? ശരിയാണ്, അവരുടെ നല്ല പ്രായത്തിൽ തന്നെ അങ്ങ് മരിച്ചു പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല. സമ്പാദ്യങ്ങളെല്ലാം നല്ല പോലെ എൻജോയ് ചെയ്ത് ജീവിച്ചു തീർത്തെന്ന് പറയാം. പക്ഷെ ആർക്ക് പറയാൻ സാധിക്കും നമ്മൾ എത്ര നാൾ ജീവിക്കുമെന്ന്? ഒരു സാമാന്യ ലോജിക്കിൽ പറയുകയാണ്, നമ്മൾ കുറെ നാൾ ജീവിക്കുമെന്ന് കരുതി തന്നെ വേണം നമ്മൾ ജീവിക്കുവാൻ. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ, ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ, വേറെ ആരുടെയല്ല, നമ്മളുടെ വരവനുസരിച്ച് വേണം നമ്മൾ ചെലവ് ചെയ്യാൻ. അപ്പം നമ്മുടെ വരവനുസരിച്ച് നമ്മൾ ചെലവ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആനന്ദിക്കാൻ സാധിക്കും, ഹാപ്പിനെസ് കിട്ടും. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? നമ്മൾക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ പൈസ കടമെടുക്കാം. സാധാരണ ഒരു ക്രെഡിറ്റ് കാർഡിൽ അമേരിക്കയിൽ $10,000 വരെ നമുക്ക് കടമെടുക്കാം, അതനുസരിച്ച് ജീവിക്കാം. പക്ഷേ അതും ഒരു മാസം കഴിയുമ്പോൾ അടയ്ക്കാൻ കഴിവില്ലെങ്കിൽ അതിന്റെ പലിശ ഭയങ്കര കൂടുതലാണെന്ന് ഓർക്കണം. ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കര കൂടുതലാണ്. അത് കൊടുക്കാനുള്ള വകയുണ്ടോ എന്നുള്ളത് ഓർക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞെന്നാൽ ബാങ്ക്രപ്സി ആകും. അങ്ങനെ ബാങ്ക്രപ്സി ആകുന്നതൊക്കെ ചിലർക്കൊക്കെ അതൊന്നും ഒരു വിഷമമില്ലായിരിക്കാം. പക്ഷേ ഒരു ബാങ്ക്രപ്സി ആകുമ്പോൾ നമ്മുടെ സെൽഫ് എസ്റ്റീമും സെൽഫ് റെസ്പെക്റ്റും എല്ലാം ബോട്ടം ലൈനിലായി പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ വരവനുസരിച്ച് ചെലവ് ചെയ്യണമെന്ന്. ഞാൻ അങ്ങനെ മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഒരിക്കലും കടം വാങ്ങിച്ചൊന്നും ഒരു എൻജോയ്മെന്റിനും പോയിട്ടില്ല, പോവുകയും ചെയ്യത്തില്ല. പിന്നെ അതുപോലെ ഇപ്പോൾ പണക്കാർ മാത്രമല്ല എൻജോയ് ചെയ്ത് ജീവിക്കേണ്ടത് കേട്ടോ. ഒരുപാട് പണമുള്ളവർ അതനുസരിച്ച് അവരുടെ സന്തോഷം കണ്ടെത്തും. പണം കുറവുള്ളവരാണെങ്കിലും അതനുസരിച്ച് നമ്മുടെ ആസ്തിക്കനുസരിച്ച് നമ്മുടെ ജീവിതം എങ്ങനെ സന്തോഷമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് നോക്കണം. ഇപ്പൊ ഒരു നേരം പോലും കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തവർ എന്നാ എടുക്കും? ഒരു കഞ്ഞിയും ചമ്മന്തിയും കിട്ടിയാൽ അവർക്ക് ആനന്ദമാണ് അല്ലേ? അല്ലാതെ ഉള്ളവർക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിക്കാൻ കഴിവുള്ളവര് ആ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിച്ച് ആനന്ദിക്കട്ടെ. നമ്മുടെ കഴിവനുസരിച്ച് വേണം നമ്മൾ ആനന്ദിക്കാൻ എന്ന് ഞാൻ പറയുന്നുള്ളൂ. എങ്കിൽ മാത്രമേ അതിന് റിയൽ ആയിട്ടുള്ള ഹാപ്പിനെസ് കിട്ടത്തുള്ളൂ കേട്ടോ. അല്ലാത്തതൊക്കെ വെറും ഒരു പ്ലഷറാണ്. അത് നിമിഷ നേരം കൊണ്ട് തകർന്ന് തരിപ്പണമായി പോകും. അത് കുറച്ച് ദിവസത്തേന് അല്ലെ കുറച്ച് സമയത്തേന് മാത്രമുള്ളതാണ്. അത് അതോടെ അങ്ങ് തീരും. പക്ഷെ നമ്മൾക്ക് വേണ്ടത് ലോങ് ലാസ്റ്റിംഗ് മെമ്മറീസും ലോങ് ലാസ്റ്റിംഗ് ഹാപ്പിനെസ്സും ആണ് വേണ്ടത്. അനു ഒരു പ്രവാസിയാണെന്നുള്ള കാര്യം മനസ്സിലായി. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ പ്രവാസികൾ എങ്ങനെ സമ്പാദിക്കണം എന്നുള്ളത് ചോദിക്കത്തില്ലല്ലോ. വളരെ നല്ലൊരു ചോദ്യമാണ് അത് ചോദിച്ചത് കേട്ടോ. അപ്പോൾ പ്രവാസി ആയിക്കോട്ടെ, നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഒരാളായിക്കോട്ടെ, അവരെല്ലാവർക്കും ഈ ശമ്പളം കിട്ടുന്നവര് അവരുടെ ശമ്പളത്തിൽ നിന്നും 10% റിട്ടയർമെന്റിലേക്ക് മാറ്റിവെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 10% കുറവാണ് നിങ്ങളുടെ ശമ്പളമെന്ന് വിചാരിക്കണം. നമ്മളിപ്പോൾ ആരോടും നമുക്ക് ഒരുപാട് ശമ്പളം ഉണ്ടെന്നോ ഒന്നും പറഞ്ഞു വെക്കേണ്ട കാര്യമില്ലേ? അല്ലെ പറയേണ്ടി വന്നാൽ തന്നെ ആ 10% കുറച്ചങ്ങ് പറഞ്ഞാൽ മതി. ഫോർ എക്സാമ്പിൾ, 50,000 രൂപ ഒരു മാസം ശമ്പളമുള്ള ആൾ, അതൊരു ആവറേജ് ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. കാരണം ഇപ്പം നല്ല ശമ്പളമാണ്. ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന ഒരാൾക്കോ അല്ലെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരാൾക്കോ ബാങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്ക് ഒരു 50,000 രൂപ ശമ്പളം കിട്ടുക എന്ന് വിചാരിക്കുക. പ്രവാസിക്കാകുമ്പോൾ കണിശമായിട്ടും 50,000 അല്ല, അതിൽ കൂടുതൽ കിട്ടും. അതൊക്കെ മിനിമം ആയിരിക്കാം. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ അതിന്റെ 10% എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 5,000 രൂപ. അന്നേരം വിചാരിക്കണം 45,000 രൂപയെ എനിക്ക് ശമ്പളമുള്ളൂ എന്ന് വിചാരിക്കണം. എന്നിട്ട് 5,000 രൂപ നിങ്ങൾ വേറെ സേവിങ്സിൽ ഇടണം. എനിക്കറിയാം എല്ലാവരും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സേവ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അപ്പം നിങ്ങൾ എങ്ങനെയാ സേവ് ചെയ്ത് വെക്കുന്നത് കാശ്? നിങ്ങൾ ഈ രൂപ എല്ലാം നിങ്ങളുടെ സേഫിനകത്ത് കൊണ്ട് വെച്ചിട്ട് പൂട്ടിക്കെട്ടി വെക്കുകയാണോ? അതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ റിട്ടയർമെന്റിന് വേണ്ടി സേവ് ചെയ്യുന്നയാൾ കണിശമായിട്ടും ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു സേവിങ് അക്കൗണ്ട് തുടങ്ങിയിരിക്കണം. നിങ്ങൾക്ക് ശമ്പളം കിട്ടുമ്പോൾ ഇപ്പം 50,000 കിട്ടുന്നെങ്കിൽ ആ 5,000 രൂപ
ആ ബാങ്കിലോട്ട് ഓട്ടോമാറ്റിക്കലി സേവിങ് അക്കൗണ്ടിലോട്ട് മാറ്റാനായിട്ട് നിങ്ങൾ ബാങ്കുമായിട്ടൊരു മ്യൂച്വൽ എഗ്രിമെന്റും വെച്ചിരിക്കണം. കാരണം ഇതെല്ലാം കൂടെ ഓരോ അക്കൗണ്ടിൽ കിടന്നു കഴിഞ്ഞാൽ എൻ്റെ കാശല്ലേ, ഇതെല്ലാം ഒന്നിച്ച് കിടന്നാലും എനിക്ക് തന്നെയല്ലേ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 10 രൂപ നമ്മുടെ അക്കൗണ്ടിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഈ അനാഥപ്രേതങ്ങൾ പോലെ ഇങ്ങനെ പൊങ്ങി 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 വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് കണിശമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ റിട്ടയർമെന്റ് ആകുമ്പോഴത്തേനും നിങ്ങൾ പിന്നെ മക്കളുടെ നേരെ കൈ നീട്ടേണ്ട ഗതികേട് വരും. അപ്പൊ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് റിട്ടയർമെന്റിന് വേണ്ടി സേവ് ചെയ്യുന്ന ഈ 10% പൈസയിൽ നിന്ന് നിങ്ങൾക്ക് എന്നാ വന്നാലും നിങ്ങൾ അത് തുടരുത്. അതില്ല, അത് നിങ്ങൾക്ക് ശമ്പളം ഇല്ല, നിങ്ങൾക്ക് അത് കുറവാണെന്ന് വിചാരിക്കണം. 2 മാസം അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? നിങ്ങളുടെ ശമ്പളം 45,000 നിങ്ങളങ്ങ് സ്ഥിരീകരിക്കും. നിങ്ങൾക്ക് അതിനകത്ത് ഒരു കുറവും തോന്നുന്നില്ല. എന്നിട്ട് ഈ 45,000 രൂപ കൊണ്ട് വേണം നിങ്ങളുടെ ഒരു മാസത്തെ ചെലവുകൾക്കൊക്കെ ബഡ്ജറ്റ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ അത് കണിശമായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. എന്ത് വന്നാലും ആ സേവിങ്സിൽ നിന്ന് എടുക്കരുത് കേട്ടോ. നിങ്ങൾ വിചാരിക്കും അയ്യോ ഈ മാസം എനിക്ക് ആവശ്യമുണ്ട്, അപ്പൊ ഞാൻ ആ സേവിങ്സിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കാം, അടുത്ത മാസം അതും കൂടെ ചേർത്ത് അങ്ങ് ഇടാം, പലിശ സഹിതം ഇടാമെന്നൊക്കെ വിചാരിക്കും. നടക്കുകയല്ല കേട്ടോ. അപ്പൊ അതിനകത്തൊന്നും തൊടാതിരിക്കാനായിട്ട് തന്നെ ശ്രമിക്കണം. അതിനുശേഷം ഒരു 12 മാസമായി കഴിയുമ്പം 15 60,000 രൂപ ആകും. 60,000 രൂപ എടുത്തിട്ട് നമ്മൾ ഫിക്സഡ് ഡിപ്പോസിറ്റിലോട്ട് ഇടണം. അപ്പൊ അതിന് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്. അതുപോലെ തന്നെ ഈ മാസം ഈ 5,000 രൂപ തന്നെ സേവിങ്സിലോട്ട് മാറ്റി കഴിഞ്ഞാൽ ഒരു ഫിക്സഡിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്തും കറന്റ് ആയിട്ടുള്ള ഒരു സേവിങ്സ് ഉണ്ട്. അപ്പൊ അതിനകത്താണെന്ന് പോലും ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കൂടുതലുണ്ട്. അപ്പൊ അത് നിങ്ങൾ ബാങ്കിലൊന്ന് ചോദിച്ചെന്നാൽ മനസ്സിലാക്കാൻ കഴിയും. അതനുസരിച്ച് ചെയ്താൽ കിട്ടുന്നതിന്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കണം. ഇങ്ങനെ നിങ്ങളൊരു 10% നിങ്ങൾ ജോലി തുടങ്ങിയപ്പോഴും തൊട്ട് ഇടാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പുഷ്പം പോലെ നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് നിങ്ങളുടെ വാർദ്ധക്യകാലം ജീവിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ ഞാൻ വേറൊരു എക്സാമ്പിളൂടെ പറയാം. ഇപ്പൊ ഇത്രയും കാശ് കുറവുള്ളവര്, ഇപ്പം ഏറ്റവും കുറവായിട്ടുള്ള ജോലിയായിട്ടൊന്നും അല്ല ഞാൻ കരുതുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം, ഹോം നേഴ്സ്. ഒരു ഹോം നേഴ്സിന് എത്ര രൂപയുണ്ട് ശമ്പളം? കുറഞ്ഞത് 20,000 രൂപ ശമ്പളമുണ്ട്. ഒരു ഹോം നേഴ്സ് ആയിട്ടിരിക്കുമ്പോൾ അവരുടെ ചെലവ് പോലും ആ വീട്ടിൽ അങ്ങനെ നടന്നു പോകില്ലേ. അപ്പോൾ അവർക്ക് ആ 20,000 രൂപ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സർവ്വ ചെലവും കഴിഞ്ഞ് 20,000 രൂപ നെറ്റാണ് കിട്ടുന്നത്. അപ്പൊ അതിനകത്തുനിന്ന് 2,000 രൂപ നിങ്ങൾക്കെടുത്ത് മാറ്റി വെക്കാൻ എന്താണ് ബുദ്ധിമുട്ട്? ഞാൻ പറയുന്നത് ഇതുപോലെ നമ്മുടെ സർവ്വ ചെലവും കഴിഞ്ഞ് കിട്ടുന്ന ശമ്പളം ഉള്ളവരാണെങ്കിൽ ആ ചെലവിന് നിങ്ങൾക്ക് ഏകദേശം എത്ര രൂപ കൂടെ ആകും, അതും കൂടെ ചേർത്ത് നിങ്ങളുടെ സേവിങ്സിലോട്ട് മാറ്റി വെക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇനിയിപ്പോൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് കുട്ടികളുണ്ട്, നിങ്ങൾക്ക് വീട്ടിലെ പ്രാരാബ്ദങ്ങൾ വേറെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ 2,000 18,000 രൂപയെ നിങ്ങൾക്ക് ശമ്പളം ഉള്ളതെന്ന് വിചാരിച്ചേന്നേ. 2,000 രൂപ വളരെ തുച്ഛമല്ലേ? 2 മാസം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ 18,000 രൂപയും കൊണ്ട് നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നല്ല പുഷ്പം പോലെ നടന്നു പോകും. അല്ലെ, അതനുസരിച്ച് പ്ലാൻ ചെയ്യണം. നമുക്ക് കൈ കിട്ടുന്ന കാശ് അനുസരിച്ച് വേണം നമ്മൾ പ്ലാൻ ചെയ്യാൻ. അല്ലാതെ മറ്റുള്ളവര് പൈസ ഒരുപാട് ഒരു 3-4 ലക്ഷം രൂപ മാസം ശമ്പളം കിട്ടുന്ന ആൾക്കാർ ചെയ്യുന്ന ഒപ്പം നമ്മളും കൂടെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അത് നമ്മൾ സന്തോഷത്തിന് പകരം ഭയങ്കര ധർമ്മ സങ്കടത്തിലായി പോവുക മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പം നമ്മൾക്ക് വരുന്ന വരുമാനം അനുസരിച്ച് അതുപോലെ നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾക്ക് അത്രയും കിട്ടിയിട്ടുണ്ടല്ലോ, താങ്ക് യു ലോഡ് എന്ന് പറഞ്ഞിട്ട് അതനുസരിച്ച് ജീവിക്കാനായിട്ട് നോക്കണം. കേരളത്തിലെ ഒരു കൾച്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കുള്ളത് കൊടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും. കുഞ്ഞുങ്ങൾ എന്നിട്ട് നമുക്ക് പ്രായമാകുമ്പോൾ കുഞ്ഞുങ്ങൾ നമ്മളെ നോക്കും, അല്ലെങ്കിൽ നമ്മളെ ടേക്ക് കെയർ ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് എൻ്റെയൊക്കെ പ്രായമുള്ള ആൾക്കാർ ജീവിച്ചിരുന്നത്. പക്ഷെ ആ കൺസെപ്റ്റ് എല്ലാം ഇന്ന് മാറി. ഇന്ന് നമ്മൾ തന്നെ നമ്മുടെ കാര്യത്തിനായിട്ട് നോക്കണം. നമ്മൾക്ക് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ചെയ്യണം. എന്നിട്ട് നമ്മൾ പ്രായമായി വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളെ സാമ്പത്തികമായിട്ട് സഹായിക്കാനൊക്കെ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ എങ്ങനെ അറിയാനായിട്ട് പറ്റും ഇല്ലേ? നമ്മളെ സഹായിക്കാൻ കഴിവുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ ഇതുപോലെ ഒരു 10% സേവ് ചെയ്ത് വെച്ചിരുന്നാൽ വാർദ്ധക്യമാകുമ്പോൾ നമ്മൾക്ക് ആരുടെ മുമ്പിൽ കൈ നീട്ടണ്ട, നമ്മൾക്ക് ആവശ്യത്തിന് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അത് ഉപയോഗിക്കാം. പിന്നെ ആരും ദൂർത്തടിച്ചൊന്നും കളയാനായിട്ട് ഞാൻ പറയത്തില്ല. ബാക്കിയുള്ള കാശ് നമ്മുടെ മക്കൾക്ക് കിട്ടുകയും ചെയ്യും ഇല്ലേ? അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിക്കേ, മക്കൾ തരാതെ നമുക്ക് മക്കൾക്ക് പ്രായമാകുമ്പോഴും അവർക്ക് അങ്ങോട്ട് കൊടുക്കാനായിട്ട് സാധിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു അനുഗ്രഹമല്ലേ? ഇതിൽ പരം അനുഗ്രഹം വേറെന്തുണ്ട്? ഞാൻ പറയുന്നേ, ഇനിയിപ്പോ പെൻഷൻ കിട്ടുമെന്ന് ഉറപ്പുള്ള ജോലി ചെയ്യുന്നവർ, സ്കൂളിൽ പഠിപ്പിക്കുന്നവരോ കോളേജിൽ പഠിപ്പിക്കുന്നവരോ ബാങ്കിലോ ഒക്കെ ഉള്ളവരാണെന്ന് പറഞ്ഞാൽ പോലും ആ 10% നമ്മൾ മാറ്റി വെച്ച് ഒന്ന് റിട്ടയർമെന്റിന് വേണ്ടി ഇട്ടിട്ടൊന്ന് ചെലവഴിച്ച് നോക്കിക്കേ.
നമുക്കതിന് പ്രായമാകുമ്പോൾ റിട്ടയർ ആകുമ്പോഴത്തേന് നമുക്കേ ഒന്നേത്തേലും തൊടാതെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇങ്ങനെ പെൻഷൻ കിട്ടുന്നവരാണെങ്കിൽ പോലും സെപ്പറേറ്റ് ആയിട്ടൊരു അക്കൗണ്ട് തുടങ്ങി അതിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഈ 10% മാറ്റി വെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയായിരിക്കുമ്പോൾ നമ്മളൊരു 60 വയസ്സ് അല്ലെങ്കിൽ 58 വയസ്സ് കഴിഞ്ഞ് റിട്ടയർമെന്റ് ഒക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്ന് പറയാം. ടൂറിന് പോകാനോ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് പോകാനോ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഇഷ്ടമുള്ള ടോയ്സോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കാനോ ഒക്കെ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ കാശ് കാണത്തില്ലേ? അങ്ങനെ ഓർത്താൽ മതി. അമേരിക്കയിലൊക്കെ പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ മുതൽ 401k അല്ലെ 403k എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ റിട്ടയർമെന്റിന് വേണ്ടി ഒരു തുക നമ്മളിൽ നിന്ന് പിടിക്കും. അതങ്ങനെ സേവിങ്സ് കിടക്കും. അമേരിക്കയിലുള്ളവരോട് എനിക്കൊന്ന് പറയാനുണ്ട്, ദയവ് ചെയ്ത് നിങ്ങൾ ആ റിട്ടയർമെന്റ് പൈസയിൽ നിന്നും നിങ്ങൾ ലോണൊന്നും എടുക്കരുത് കേട്ടോ. ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിന് പലിശ സഹിതം അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ ആ റിട്ടയർമെന്റ് പൈസ അങ്ങനെ തന്നെ അങ്ങ് കിടക്കട്ടെ. നമ്മൾ റിട്ടയർ ആകുമ്പോൾ നമ്മൾക്ക് കണിശമായിട്ടും പൈസ വേണം. ഈ അമേരിക്കയിൽ ജീവിക്കുകയാണെങ്കിൽ ഒരുപാട് കാശ് വേണം കേട്ടോ. അപ്പോൾ അതിനാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ അനു ഒരു പ്രാവശ്യം കൂടെ താങ്ക് യു പറയുകയാണേ. അപ്പോൾ ഈ കേൾക്കുന്ന പ്രവാസികളായിട്ടുള്ള എല്ലാവരും നിങ്ങളുടെ റിട്ടയർമെന്റിന് വേണ്ടി ഇങ്ങനെ സേവ് ചെയ്യാനായിട്ട് നോക്കണം. നമ്മൾ പ്രവാസി ആയിരിക്കുമ്പോൾ എന്താ നമ്മുടെ ആഗ്രഹം? ഒരു വീട് വേണം, 10 സെന്റ് സ്ഥലം വേണം, ആഷ് പോഷായി ജീവിക്കണം എന്നൊക്കെയല്ലേ. അതിനകത്ത് ഒരു 10% മാറ്റി വെച്ചിട്ട് ബാക്കി കൊണ്ട് ആഷ് പോഷായിട്ട് തന്നെ ജീവിക്കണമെന്നേ. വീടും വേണം, വാഹനം വേണം, സ്ഥലം വേണം, എല്ലാം വേണം. പക്ഷെ ആ 10% ഒന്നെടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയേ ഉള്ളൂ എന്നൊന്ന് വിചാരിച്ചേ. അപ്പോൾ പ്രവാസികൾക്കെല്ലാം വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. എല്ലാ പ്രവാസികളും അല്ലാതെ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും നമ്മുടെ റിട്ടയർമെന്റിന് വേണ്ടി എങ്ങനെ സേവ് ചെയ്യണമെന്ന് നോക്കണം കേട്ടോ. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെയാണ്, 60 വയസ്സ് കഴിഞ്ഞാണ് നമ്മുടെ ഗോൾഡൻ ഇയേഴ്സ് അല്ലെ ഗോൾഡൻ ഡേയ്സ് തുടങ്ങുന്നത്. അപ്പോൾ അടിച്ചു പൊളിച്ച് തന്നെ നമുക്ക് ജീവിക്കണം. അപ്പം മറക്കണ്ട കേട്ടോ. അനുവിന് ഒരുപാട് താങ്ക്സ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതിന്. ബൈ.